Hello my dear students, this is me Haider from EduPort. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെല്ലാവരും കുറച്ച് ദിവസങ്ങളായി ബോട്ടണിയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബോട്ടണി പ്രാക്ടിക്കൽസുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക, അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻസിനൊക്കെ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, എന്തൊക്കെ എക്സ്പെരിമെൻറ്റ്സ് ആണ് വരുന്നത്, എങ്ങനെയാണ് ആ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമതായിട്ട് നമുക്കിതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1 നമുക്ക് സ്പെസിമെൻ എ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകും, ഒരു 3ഓളം സാധനങ്ങൾ വെച്ചിട്ടുണ്ടാകും. ഇത് ഫസ്റ്റ് തന്നെ എക്സ്പെരിമെൻ്റ് ആട്ടോ നമുക്ക് ചെയ്യാനുള്ളത്. ഈ 3 സാധനങ്ങൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഡൈക്കോട്ട് സ്റ്റെം ആയിരിക്കും, അതല്ലെങ്കിൽ മോണോക്കോട്ട് സ്റ്റെം, അതല്ലെങ്കിൽ മോണോക്കോട്ട് റൂട്ട്. ഇതിൽ 3ലും ഏതെങ്കിലും ഒന്നാണ് സ്പെസിമെൻ എ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമുക്കൊരു മുമ്പിൽ വെച്ചിട്ടുണ്ടാകുക. ഡൈക്കോട്ട് റൂട്ട് അങ്ങനെ എന്ത് ചെയ്യാറില്ല, കൊടുക്കാറില്ല. കൂടുതലായിട്ടും എന്ത് തന്നെയാണ്, ഒന്നെങ്കിൽ ഡൈക്കോട്ട് സ്റ്റെം, അതല്ലെങ്കിൽ മോണോക്കോട്ട് സ്റ്റെം, അതല്ലെങ്കിൽ മോണോക്കോട്ട് റൂട്ട്. ഇതിൽ 3ലും ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് മുമ്പിൽ സ്പെസിമെൻ എ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടാക്കുക. സോ നമ്മൾ ചെയ്യേണ്ട പരിപാടി, നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇവിടെ പ്രിപ്പറേഷൻ ചെയ്യാനുണ്ട്. അതായത് നമുക്ക് തന്നിട്ടുള്ള സ്പെസിമെനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എടുത്തുകൊണ്ട് മെല്ലെ അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കണം. മെല്ലെ എന്ത് ചെയ്യണം, വളരെ തിന്നായിട്ടുള്ള സെക്ഷൻസ് എടുക്കണം. ആ സെക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റെയിൻ ചെയ്ത് അത് സ്ലൈഡിൽ മൗണ്ട് ചെയ്ത് നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് ഫോക്കസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് തന്നിട്ടുള്ള സ്പെസിമെൻ ഏതാണ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് അത് ഡൈക്കോട്ട് സ്റ്റെം ആണോ, അതല്ലെങ്കിൽ മോണോക്കോട്ട് സ്റ്റെം ആണോ, അതല്ലെങ്കിൽ മോണോക്കോട്ട് റൂട്ടാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ ഐഡൻറ്റിഫിക്കേഷൻ എന്തുണ്ട്, 1/2 മാർക്കാണ് നിലവിൽ നമുക്ക് തരുന്നത്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം പോരാ, ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ടായ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ എഴുതി വെക്കണം. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് മുമ്പിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയത് ഡൈക്കോട്ട് സ്റ്റെം ആണെന്ന് കരുതുക. അപ്പോൾ നമ്മൾ ഡൈക്കോട്ട് സ്റ്റെം എന്ന് എഴുതി വെച്ചു. അത് മാത്രം പോരാ, എന്തുകൊണ്ടാണ് അത് ഡൈക്കോട്ട് സ്റ്റെം എന്ന് നാം പറയുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം, എഴുതി വെക്കണം. അവിടെ എന്ത് വേണം, വെറുതെ എഴുതി വെച്ചാൽ പോരാ, ഒരു 4 പോയിന്റ്സ് എഴുതി വെക്കാൻ നോക്കുക. ഈ 4 പോയിന്റ്സ് എഴുതുന്ന സമയത്ത്, റീസൺസിൽ 4 പോയിന്റ്സ് എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 2 പോയിന്റ്സ്, അതായത് ഒന്നെങ്കിൽ അത് സ്റ്റെമ്മോ അതല്ലെങ്കിൽ അത് റൂട്ടോ ആയിരിക്കും. സോ അത് സ്റ്റെമ്മാണോ റൂട്ടാണോ എന്നുള്ളതിനെ ബേസ് ചെയ്യുന്ന 2 പോയിന്റ്സും, അതുപോലെ തന്നെ ഇനിയിപ്പോൾ സ്റ്റെം ആണെന്ന് കരുതുക. ആസ് എൻ എക്സാമ്പിൾ, സ്റ്റെം ആണെങ്കിൽ തന്നെ അത് ഒന്നെങ്കിൽ ഡൈക്കോട്ട് സ്റ്റെം ആയിരിക്കും, അതല്ലെങ്കിൽ മോണോക്കോട്ട് സ്റ്റെം ആയിരിക്കും. അപ്പോൾ അത് ഡൈക്കോട്ടാണോ മോണോക്കോട്ടാണോ എന്നിനെ ബേസ് ചെയ്യുന്ന ഒരു 2 പോയിന്റ്സും, ടോട്ടൽ എന്ത് ചെയ്യുക, ഒരു 4 പോയിന്റ്സ് നിങ്ങൾ റീസൺസ് ആയിട്ട് എഴുതി വെക്കുന്നത് എന്തുകൊണ്ടും എന്താണ് നല്ലതാണ്. ഈ റീസൺസ് എഴുതുന്നതിന് 2 മാർക്കാണ് ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ഈ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സ് ആട്ടോ. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് വീഡിയോ അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഈ പറയുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ എക്സ്പെരിമെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ ആ പ്രിപ്പറേഷൻ, ഈ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്നതിന് 2 മാർക്കാണ്. അതുപോലെ തന്നെ ഐഡൻറ്റിഫിക്കേഷന് 1/2 മാർക്കും, റീസൺസ് എഴുതി വെക്കുന്നതിന് 2 മാർക്കും, അവസാനം നമുക്ക് കിട്ടിയിട്ടുള്ള സ്പെസിമെനുമായി ബന്ധപ്പെടുന്ന, അതിപ്പോൾ ഡൈക്കോട്ട് ആണെങ്കിൽ ഡൈക്കോട്ട് സ്റ്റെം, മോണോക്കോട്ട് സ്റ്റെം ആണെങ്കിൽ മോണോക്കോട്ട് സ്റ്റെം, മോണോക്കോട്ട് റൂട്ട് ആണെങ്കിൽ മോണോക്കോട്ട് റൂട്ടിൻ്റെ എന്ത് വരച്ച് വെക്കണം, ഡയഗ്രാം വരയ്ക്കണം. അതുപോലെ തന്നെ കംപ്ലീറ്റ് ഡയഗ്രാം വരയ്ക്കണം. അതുപോലെ തന്നെ അത് ലേബൽ ചെയ്യും വേണം. അതിന് എത്ര മാർക്കുണ്ട്, 1.5 മാർക്കുണ്ട്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യന് ടോട്ടൽ എത്ര മാർക്കാണ്, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് വളരെ വൃത്തിയായിട്ട് സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുക, നല്ല കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം പോരാ, അതുമായി ബന്ധപ്പെട്ട ഒരു 4 റീസൺസ് എഴുതി വെക്കുക. ശേഷം എന്ത് ചെയ്യുക, ഡയഗ്രാം വരച്ചിട്ട് ലേബൽ ചെയ്യുക. ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, വളരെ എളുപ്പത്തിൽ എത്ര മാർക്ക് കിട്ടും, 6 മാർക്ക് കിട്ടും. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2 ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ നമ്പർ 2 അതുപോലെ തന്നെ 3, ഈ 2 ക്വസ്റ്റ്യനിലും സ്പോട്ടഡ് സൈറ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലാബ് എക്സാം നടക്കുന്ന സ്ഥലത്ത് ഒരു ടേബിളിൻ്റെ മേലെയോ അല്ലെങ്കിൽ ഡെസ്കിൻ്റെ മേലെയോ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ബി സി ഡി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകും, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടാകും. നമ്മുടെ പണി എന്താണ്, അത് പോവുക, നോക്കുക, അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതുമായി ബന്ധപ്പെടുന്ന റീസൺസോ ഫീച്ചേഴ്സോ ക്യാരക്ടേഴ്സോ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവുക, എഴുതാനുണ്ടാകുക. സോ ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നിലവിൽ നിങ്ങൾക്ക് ബി സി എന്ന് പറയുന്ന 2 മെറ്റീരിയൽസ് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് ഏതാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ബി മെറ്റീരിയൽ ഏതാണ്, അതുപോലെ തന്നെ സി മെറ്റീരിയൽ ഏതാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതുമായി ബന്ധപ്പെടുന്ന റീസൺസോ ഫീച്ചേഴ്സോ ക്യാരക്ടേഴ്സോ ആണ് എഴുതാനുണ്ടാകുക. അപ്പോൾ എന്താണ് ബി, എന്താണ് സി എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഈ 3 ഏതും ആവാം. ഒന്നാമത്തെ ഭാഗം ബയോടെക്നോളജിയാണ്.
അതായത് ബയോടെക്നോളജിയിൽ നിങ്ങൾക്ക് ബോട്ടണി ലാബിൽ 3 കാര്യങ്ങളാണ് മെയിൻലി പഠിക്കാനുള്ളത്. നിങ്ങൾ റെക്കോർഡിൽ വരച്ചൊരു ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാകും. ഒന്നെങ്കിൽ ഏതായിരിക്കും BT കോട്ടൺ ആയിരിക്കാം, അതല്ലെങ്കിൽ ബയോ റിയാക്ടർ, അതല്ലെങ്കിൽ ക്ലോണിംഗ് വെക്ടർ. ഇങ്ങനെ 3 ഫോട്ടോഗ്രാഫ്സ് ആയിരിക്കും ബന്ധപ്പെട്ട് വെക്കാറുള്ളത്. അപ്പോൾ ഈ 3 ഫോട്ടോഗ്രാഫ്സിൽ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ പണി എന്താണ്? ഇത് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെടുന്ന ഒരു ക്യാരക്ടർ, ഫീച്ചർ, റീസണും എഴുതി വെക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സ്ലൈഡുകളോ അതല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള സ്പെസിമെൻസോ ആയിരിക്കും വെച്ചിട്ടുണ്ടാകുക. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ചില സ്ലൈഡുകൾക്ക് ഉദാഹരണം ഇപ്പം നിങ്ങൾക്ക് റൈസോപ്പസ്, അതല്ലാന്നുണ്ടെങ്കിൽ സ്പൈറോഗയ, ഒസിലട്ടോറിയ ഒക്കെ എന്താണ് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സ്ലൈഡ്സിന് എക്സാമ്പിൾസ് ആണ്. ഇനി അതല്ല മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള സ്പെസിമെൻസ് എന്ന് പറയുമ്പം ഫിനേറിയ, അതല്ലെങ്കിൽ പൈനസ് മെയിൽ കോൺ, അതല്ലെങ്കിൽ പൈനസ് ഫീമെയിൽ കോൺ, ഇതൊക്കെ എന്താണ് മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള സ്പെസിമെൻസ് ആണ്. അപ്പം ഈ രണ്ടിലും ഈ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സ്ലൈഡ്സോ മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള സ്പെസിമെൻസോ എന്ത് ചെയ്യാം വെക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത് വെക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണ്? ഇത് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെടുന്ന റീസൺസ് എഴുതി വെക്കുക. മൂന്നാമത്തായിട്ട് വരുന്നത് നമുക്ക് ഏതാണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആണ്. അപ്പോൾ നമുക്ക് അറിയാം നിലവിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പല വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് നമ്മൾ കണ്ടതും പഠിച്ചതും ഒക്കെ ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെടുന്ന 1-2 എക്സാമ്പിൾസ് ഞാൻ പറയാം. അപ്പം ഉദാഹരണത്തിന് ഒണിയനാണ് നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത് കരുതുക. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതാനുണ്ടാകും? അതിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ഏതാണ് എന്ന് എഴുതി വെക്കണം. അതിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ഏതാ വരുന്നത്? ബൾബാണ് അതിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. അതുപോലെ തന്നെ അത് കാണിക്കുന്നത് എന്ത് മോഡിഫിക്കേഷൻ ആണത്? അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ് എന്നുള്ളത് അതിൻ്റെ അടുത്ത പോയിന്റ് ആയിട്ട്, റീസൺ ആയിട്ടോ ക്യാരക്ടർ ആയിട്ടോ ഫീച്ചർ ആയിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് എഴുതി വെക്കാം. ഇനിയിപ്പോൾ അതല്ല ജിഞ്ചറാണ് വെക്കുന്നതെന്ന് കരുതുക. ജിഞ്ചറാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ഏതാണ്? വളരെ ഈസിയാണ്, റൈസോം ആണ്. ആ റൈസോമായി ബന്ധപ്പെട്ട് അതിൻ്റെ മോഡിഫിക്കേഷൻ ഏതാണ്? അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ എന്ത് ചെയ്യാം? ജിഞ്ചറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എഴുതാം. ആദ്യം അതിൻ്റെ എന്ത് ചെയ്താൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ചെയ്താൽ പിന്നെ അതിൻ്റെ അതുമായി ബന്ധപ്പെടുന്ന റീസൺ, ക്യാരക്ടർ, ഫീച്ചർ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എഴുതി വെക്കാം. സോ ഈ 3 കാര്യങ്ങളായിരിക്കും, 3-ൽ ഏതെങ്കിലും 2 കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുക? BC എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സ്പോട്ടഡ് സൈറ്റിൽ വെക്കുക. ആ 2 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെടുന്ന റീസൺ, ക്യാരക്ടർ, ഫീച്ചർ ഏതെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വെക്കുക. സോ ഐഡന്റിഫിക്കേഷൻ 1/2 മാർക്കും അതുപോലെ തന്നെ റീസൺ എഴുതി വെക്കുന്നതിന് 1/2 മാർക്കും കൂട്ടി 1 മാർക്കാണ് ഇതിനുണ്ടാകുക. അതായത് B എന്ന് പറയുന്നതിൻ്റെ 1 മാർക്കും C ഐഡന്റിഫൈ ചെയ്യുന്നതിന് 1 മാർക്കും ടോട്ടൽ 2 മാർക്ക് ഈ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അടുത്തതായിട്ട് 3-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 3-ാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് മൈറ്റോസിസുമായി ബന്ധപ്പെടുന്ന ഭാഗത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാകും? ഇതും സ്പോട്ടഡ് സൈറ്റ് ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ. ഇവിടെ മെറ്റീരിയൽ D എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകും? മൈറ്റോസിസിന്റെ ഏതെങ്കിലും ഒരു സ്റ്റേജുമായി ബന്ധപ്പെടുന്ന ഒരു സ്ലൈഡ് വളരെ ഫോക്കസ് ചെയ്ത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാകും? മൈക്രോസ്കോപ്പിൽ ഫോക്കസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ പണി എന്താണ്? അത് പോയി നോക്കുക. അതായത് ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ സ്ലൈഡ് പോയി നോക്കുക. നോക്കിയിട്ട് ആ മൈറ്റോസിസ് ഏത് സ്റ്റേജിൻ്റെ സ്ലൈഡാണ് മുമ്പിൽ വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. കൂടുതലായിട്ടും വെക്കാറുള്ളത് അനാഫേസോ മെറ്റാഫേസോ ആണ്. ഇവിടെ എന്ത് ചെയ്യുക? എല്ലാം നോക്കിയിട്ട് പോകുക. അത് ഏത് ഫേസ് ആണ്, അനാഫേസ് ആണോ മെറ്റാഫേസ് ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഐഡന്റിഫിക്കേഷൻ 1/2 മാർക്കും അതുപോലെ തന്നെ അതിൻ്റെ റീസൺസ് എഴുതുന്നതിന് 1/2 മാർക്കുമാണ് ഉണ്ടാകുക. ഇത് രണ്ടും ചെയ്താൽ തന്നെ എന്ത് ചെയ്യും? 1 മാർക്ക് കിട്ടും. ഈ ക്വസ്റ്റ്യന് 1 മാർക്കാണ് ഉണ്ടാകുക. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 4-ാമത്തെ ക്വസ്റ്റ്യൻ മെറ്റീരിയൽ E എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകും? നിങ്ങൾക്കൊരു റെഡിമെയ്ഡ് സാധനം നിങ്ങളുടെ മുമ്പിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതായത് നിങ്ങൾക്ക് നിലവിൽ എന്തുണ്ട്? ഒരുപാട് ഫിസിയോളജിക്കൽ എക്സ്പെരിമെന്റ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഹൈഡ്രില്ല എക്സ്പെരിമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ പേപ്പർ ക്രൊമാറ്റോഗ്രഫി, അതുപോലെ തന്നെ സ്റ്റൊമാറ്റോയുമായി ബന്ധപ്പെടുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള എന്തുണ്ട്? ഫിസിയോളജിക്കൽ എക്സ്പെരിമെന്റ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാകും? ഈ ക്വസ്റ്റ്യനിൽ മെറ്റീരിയൽ E എന്ന് പറഞ്ഞിട്ട് ഒരു ഫിസിയോളജിക്കൽ എക്സ്പെരിമെന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ പണി അത് പോയി നോക്കുക, അത് ഏതാണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഐഡന്റിഫിക്കേഷനല്ല ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത് ആ ഫിസിയോളജിക്കൽ എക്സ്പെരിമെന്റിന്റെ എയിമിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. നിങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള ഫിസിയോളജിക്കൽ എക്സ്പെരിമെന്റിന്റെ എയിമാണ് എന്ത് ചെയ്യേണ്ടത്? എഴുതി വെക്കേണ്ടത്. ആ എയിം എഴുതുന്നതിന് 1/2 മാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള ഫിസിയോളജിക്കൽ എക്സ്പെരിമെന്റ് എന്ത് ചെയ്യണം? അത് അങ്ങനെ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ ഡയഗ്രാം വരയ്ക്കണം, ലേബലും ചെയ്യണം. അതിന് 1 മാർക്ക്, ടോട്ടൽ 1.5 മാർക്കാണ് ഈ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഉണ്ടാകുക. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. പലപ്പോഴും വൈവൊക്കെ ചോദിക്കാറുള്ളത് കോമൺ ആയിട്ട് ഏതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്? ഫിസിയോളജിക്കൽ എക്സ്പെരിമെന്റുമായി ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇനി ചില സമയത്തൊക്കെ ഈ ഫിസിയോളജിക്കൽ എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് വെച്ചത് ഏതാണോ അതുമായി ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും വൈവിൽ ചോദിക്കുക. സോ എന്ത് ചെയ്യുക? വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യുക? നോക്കിയിട്ട് പോകുന്നത്, ഫിസിയോളജിക്കിന്റെ ഭാഗം എപ്പോഴും നല്ല നോക്കിയിട്ട് പോകുന്നത് വളരെ നല്ലതാണ്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5.
മെറ്റീരിയൽ എഫ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വെച്ചിട്ടുണ്ടാകും. ഒരു ഫ്ലവർ ആയിരിക്കും വെച്ചിട്ടുണ്ടാകുക. ഈ ക്വസ്റ്റ്യൻ എനിക്കൊരു കാര്യം ആഡ് ചെയ്ത് പറയാനുള്ളത്, കുറച്ചു കാലം മുന്നേ വരെയൊക്കെ ഇപ്പം നിങ്ങൾ പഠിച്ചതാണ് ഈ ഫാബാസിയ, സോളനേസിയ, ലിലീസിയ എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുകൾ, ഫാമിലീസ് ഉണ്ട്. സോ അതുമായി ബന്ധപ്പെടുന്ന ഫ്ലോറൽ ഫോർമുല ആയിരുന്നു നമുക്ക് എഴുതാനുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ മുതൽ നമുക്ക് അങ്ങനെയല്ല, മറിച്ച് നമുക്ക് എന്താണ്, നമുക്ക് ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഫാമിലിയുമായി ബന്ധപ്പെടുന്ന ഒരു ഫ്ലവർ വെച്ചിട്ടുണ്ടാകും. ആ ഫ്ലവറിൻ്റെ ഏതെങ്കിലും ഒരു ഫ്ലോറൽ വേൾ നമുക്ക് എക്സാമിനറാണ് അത് ചൂസ് ചെയ്തത് കേട്ടോ. ചിലപ്പം കാലിക്സ് ആയിരിക്കാം, ചിലപ്പോൾ കൊറോള ആയിരിക്കും, ചിലപ്പം ഗൈനീഷ്യം ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്തിരും, നമുക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള ഫ്ലവറിൻ്റെ ഏതെങ്കിലും ഒരു ഫ്ലോറൽ വേൾ ആര് സെലക്ട് ചെയ്തരും, എക്സാമിനർ സെലക്ട് ചെയ്തരും. നമുക്ക് സ്പെസിഫിക് ആയിട്ട് തരുന്ന ആ ഫ്ലോറൽ വേളുമായി ബന്ധപ്പെടുന്ന 3 ക്യാരക്ടേഴ്സ് ആണ് എഴുതി വെക്കേണ്ടത്. ചുമ്മാ എഴുതി വെച്ചാൽ പോരാ. എങ്ങനെ എഴുതണം, ടെക്നിക്കൽ ടേംസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, എഴുതണം. അപ്പോൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഈ ക്വസ്റ്റ്യൻ എന്താണ്, നമുക്ക് ഏതെങ്കിലും ഒരു ഫ്ലവർ വെച്ചിട്ടുണ്ടാകും. ആ ഫ്ലവറിൽ സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു ഫ്ലോറൽ വേൾ, അതായത് കാലിക്സ് ഓർ കൊറോള ഓർ ഗൈനീഷ്യം, ഏതെങ്കിലും ഒന്ന് എക്സാമിനർ മാർക്ക് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ മുമ്പിൽ വെച്ചിട്ടുള്ള ആ ഫ്ലവറിൻ്റെ, ഇപ്പോൾ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ കാലിക്സ് ആണ് മാർക്ക് ചെയ്ത് തന്നിട്ടുള്ളതെങ്കിൽ ആ കാലിക്സുമായി ബന്ധപ്പെടുന്ന, നമുക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള ഫ്ലവറിൻ്റെ കാലിക്സുമായി ബന്ധപ്പെടുന്ന 3 ടെക്നിക്കൽ ടേംസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് എഴുതണം, ക്യാരക്ടേഴ്സ് നമ്മൾ എഴുതി വെക്കണം. ഓരോ ക്യാരക്ടർ എഴുതുന്നതിനും ടെക്നിക്കൽ ടേംസ് ഉപയോഗിച്ചുകൊണ്ട് ഓരോ ക്യാരക്ടർ എഴുതുന്നതിനും എന്താണ്, 1/2 മാർക്ക് വീതം, 3 എണ്ണം എഴുതുന്നതിന് 1.5 മാർക്കാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സോളനേസിയ ഫാമിലിയത്തെ ഒരു ഫ്ലവർ വെച്ചു എന്ന് കരുതാം. അപ്പോൾ അതിൻ്റെ ഒരു കാലിക്സ് ആണ് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് തന്നതെന്ന് കരുതാം, ആസ് എൻ എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും അവിടെ, നമുക്ക് 5 സെപ്പൽസിന് എഴുതാം. അതുപോലെ തന്നെ എങ്ങനെ എഴുതാം, ഗാമോസെപ്പാലസ് ആണ്, അതുപോലെ തന്നെ വാൽവേറ്റ് ഈസ്റ്റിവേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കാം. ഇത് 3 ടെക്നിക്കൽ ടേംസ് വെച്ച് നമ്മൾ എഴുതല്ലേ. അപ്പം ടെക്നിക്കൽ ടേംസ് വെച്ചിട്ട് വേണം നമ്മൾ എന്താക്കാൻ, എപ്പോഴും എഴുതാൻ. എത്ര ടെക്നിക്കൽ ടേംസ് ആണ് വെക്കേണ്ടത്, 3 ടെക്നിക്കൽ ടേംസ് വെച്ചിട്ടാണ് എഴുതേണ്ടത്. സോ ഇവിടെ പഴയ രീതിയിലുള്ള ഫ്ലോറൽ ഫോർമുല അല്ല, മറിച്ച് എന്ത് ചെയ്യും, സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തരും. അതുമായി ബന്ധപ്പെടുന്ന 3 ക്യാരക്ടേഴ്സ് ആണ് ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എഴുതേണ്ടത്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഒരു സ്പെസിമെൻ ജി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഇൻട്രാക്ഷൻ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടാകും. നമുക്കറിയാം, നമുക്ക് ഒരുപാട് ബോട്ടണിയിലും ബയോളജിയിലും നമുക്ക് എന്ത് പഠിക്കാനുണ്ട്, എക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് പഠിക്കാനുണ്ട്. അപ്പം അതിൽ ചിലതാണ് ഇതൊക്കെ, ഈ മ്യൂച്വലിസം, അതുപോലെ തന്നെ കമൻസാലിസം, അതുപോലെ തന്നെ പാരസൈറ്റിസം. ഇങ്ങനെ 3 എന്ത് പഠിക്കാനുണ്ട്, ഇൻട്രാക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഇൻട്രാക്ഷൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന എന്തും പഠിക്കാനുണ്ടാവും. ഉദാഹരണങ്ങൾ, എക്സാമ്പിൾസും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ലൈക്കൺ നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ്. ലൈക്കൺ നമുക്ക് പഠിക്കാനുള്ളതല്ല. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ എക്സാമിന് നമുക്ക് സ്പെസിമെൻ ജി ആയിട്ട് ലൈക്കൺ ആണ് വെച്ചതെന്ന് കരുതുക. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട പരിപാടി എന്താ, ഒന്നാമത്തെ പണി അതിൻ്റെ ഇൻട്രാക്ഷൻ്റെ പേരെന്താണ്, ലൈക്കൺ കാണിക്കുന്ന ഇൻട്രാക്ഷൻ്റെ പേരെന്താണെന്ന് നമ്മൾ എഴുതി വെക്കണം. നമുക്ക് എന്ത് എഴുതാം, മ്യൂച്വലിസം, അതല്ലെങ്കിൽ എന്ത് എഴുതാം, സിംബയോട്ടിസം എന്ന് എഴുതി വെക്കാം. അതിൽ ഏതെങ്കിലും ഒന്നെങ്കിൽ സിംബയോട്ടിസം എഴുതാം, അതല്ലെങ്കിൽ മ്യൂച്വലിസം എഴുതാം. ഏത് രീതിയിലും ഓക്കെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലൈക്കിനുമായി ബന്ധപ്പെടുന്ന ഇൻട്രാക്ഷൻ്റെ പേര് എഴുതുക. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെടുന്ന കുറച്ച് പോയിന്റ്സ് അടങ്ങുന്ന ഒരു ഡിസ്ക്രിപ്ഷനും താഴെ എഴുതി വെക്കുക. ഇപ്പം മ്യൂച്വലിസം ആണെങ്കിൽ എന്താണ്, മ്യൂച്വലി പരസ്പരം ബെനിഫിറ്റഡ് ആണ്. അതുപോലെ തന്നെ ലൈക്കിനുമായി ബന്ധപ്പെടുന്ന അതിൽ 2 പാർട്ണറുണ്ട്, ആൽഗൽ പാർട്ണറുണ്ട്, ഫഗൽ പാർട്ണറുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താം, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനും എഴുതി വെക്കാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ കമൻസാലിസത്തിൽ വരികയാണെങ്കിൽ നോർമലി നിങ്ങൾക്ക് എക്സാമിന് വെക്കാറുള്ളത് വേണ്ട എന്ന് പറയപ്പെടുന്ന ഒന്നാണ്. ഇനി അതല്ല, പാരസൈറ്റിസത്തിലാണെന്നുണ്ടെങ്കിൽ കൂടുതലും വെക്കാറുള്ളത് കസ്ക്യൂട്ട ഓർ ലൊറാന്തസ് ആണ് വെക്കാറുള്ളത്. അപ്പം അവിടെ ആ പേരൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാട്ടോ, ലൊറാന്തസ്, അതുപോലെ തന്നെ കസ്ക്യൂട്ട. ഈ ലൊറാന്തസും കസ്ക്യൂട്ടും വെക്കുന്ന ഏതിലാണ്, പാരസൈറ്റിസത്തിലാണ്. വേണ്ട വെക്കുന്നത് കമൻസാലിസത്തിലും, അതുപോലെ തന്നെ ലൈക്കൺ വെക്കുന്നത് മ്യൂച്വലിസം ഓർ സിംബയോട്ടിസത്തിലാണ് വെക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഈ ക്വസ്റ്റ്യനിൽ എന്താ ചെയ്യേണ്ടത്, ഏതെങ്കിലും ഒരു ഇൻട്രാക്ഷൻ വെച്ചിട്ടുണ്ടാകും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഇൻട്രാക്ഷൻ്റെ പേരെന്താണെന്നുള്ളത് എടുത്ത് എഴുതണം, 1 മാർക്ക് കിട്ടും. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെടുന്ന ഒരു ഡിസ്ക്രിപ്ഷനും എടുത്ത് എഴുതണം, അതിനൊരു മാർക്ക്. ടോട്ടൽ 2 മാർക്കാണ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുക. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസിലും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി നിങ്ങളിത് വരച്ചതോ അതല്ലെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ബുക്കിലുള്ളതോ ആയിട്ടുള്ള സാധനങ്ങളാണ്. സോ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഇനി ആർക്കെങ്കിലും ഈ പറയുന്ന പോലെ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ട്, റെക്കോർഡ് ബുക്കിൽ വരച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്നതിൻ്റെയൊക്കെ PDF ഫയൽസ് നിങ്ങൾക്ക് ഒപ്പിക്കാൻ പറ്റും. ഈസി ആയിട്ട് അതിലേക്ക് വരയ്ക്കാനും അതുപോലെ തന്നെ പഠിക്കാനുള്ള എലമെൻസും ഡിസ്ക്രിപ്ഷൻസും സാധനങ്ങളൊക്കെ എന്തുണ്ടാവും, അതിൽ തന്നെ ഉണ്ടാകും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7, അവസാനത്ത് നമുക്ക് ഈ പറയുന്ന ഈ വൈവയും റെക്കോർഡ് ബുക്കും അല്ലാത്ത അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത്, ക്വസ്റ്റ്യൻ നമ്പർ 7. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാകും,
എച്ച് എന്ന് പറയുന്ന ഒരു സ്പെസിമെൻ നമുക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ടാകും. എച്ച് എന്ന് പറയുന്ന ഒരു സ്പെസിമെൻ നമുക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ടാകും. ഇവിടെയും ഇത് എക്സ്പെരിമെൻ്റ് തന്നെ കേട്ടോ. ഇത് നമുക്ക് എക്സ്പെരിമെൻ്റ് ആണ്. അവസാനത്തെ 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെടുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, അതും കാണാം. പക്ഷേ ഇതൊന്ന് ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞു തരാണ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ സ്പെസിമെൻ എച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പിൽ വെച്ചിട്ടുള്ളത് ശരിക്കും ഒരു ബഡാണ്. നമ്മൾ തെച്ചിപ്പൂവിൻ്റെ ഒക്കെ മൊട്ടാണ്, ബഡാണ് സാധാരണഗതിയിൽ വെക്കാറുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കണം. കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്രോസ് സെക്ഷൻ എടുക്കണം. അത് ആന്തറിൻ്റെ ക്രോസ് സെക്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്ലൈഡിലാക്കി മൈക്രോസ്കോപ്പിൽ വെച്ച് ഫോക്കസ് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ആ പ്രിപ്പറേഷൻ, ആ സെക്ഷൻ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റണം. ആ സെക്ഷൻ എടുക്കുന്നതിന് എന്തുണ്ട്, 1 മാർക്ക് നമുക്ക് കിട്ടുന്നതാണ്. ഇനി സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി കറക്റ്റായിട്ട് ആന്തറിൻ്റെ കംപ്ലീറ്റ് ഡയഗ്രാം വരച്ച് വെക്കുക. ആ ഡയഗ്രാം വരച്ചാൽ മാത്രം പോരെ, എന്തും ചെയ്യണം, ലേബലും ചെയ്യണം. അതിന് 2 മാർക്ക്, ടോട്ടൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ എന്ത് ചെയ്യരുത്, വരയ്ക്കുന്നത് തെറ്റിപ്പോകാൻ പാടില്ല, ലേബലും തെറ്റിപ്പോകരുത്, അതുപോലെ തന്നെ ക്രോസ് സെക്ഷൻ എടുക്കുന്നതും തെറ്റിപ്പോകാൻ പാടില്ല. ഇനി വൈവ ചോദിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്നെങ്കിൽ ഫിസിയോളജിയുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും ഫിസിയോളജി എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും ഭാഗങ്ങളിൽ നിന്നായിരിക്കാം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഈ വൈവ ചോദിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള ഫിസിയോളജിക്കൽ എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെടുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കുക. എക്സാമിനറാണ് തീരുമാനിക്കുക എന്താ ചോദിക്കേണ്ടതെന്നുള്ളത്. സോ അതിനൊരു മാർക്കാണ്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ റെക്കോർഡിൽ നിങ്ങൾക്ക് 2 മാർക്കാണ് ഉണ്ടാകുക. ഇങ്ങനെ 9 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, ബോട്ടണീൻ്റെ പ്രാക്ടിക്കലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുക. ഇതിൻ്റെ മാർക്കിൻ്റെ സിസ്റ്റം മാത്രം ഒന്ന് പറയുകയാണ്. പ്രാക്ടിക്കൽ റെക്കോർഡിന് 2 മാർക്കും വൈവക്ക് 1 മാർക്ക്. അതുപോലെ തന്നെ ഈ പ്രാക്ടിക്കൽ മൊത്തം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് എഴുതാനുള്ളതും എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ളതും എല്ലാത്തിനും കൂടി ആയിട്ട് 17 മാർക്ക് ടോട്ടൽ. ബോട്ടണി പ്രാക്ടിക്കൽ എക്സാം 20 മാർക്കിനാണ് ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ വൃത്തിയിൽ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക. വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ ബോട്ടണി പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ വൃത്തിയിൽ എന്ത് ചെയ്യുക, എല്ലാവരും പഠിക്കുക. നിങ്ങൾ എപ്പോഴും ആൻസർ ഷീറ്റിൽ എഴുതി വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആൻസേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ തെറ്റാതെ എഴുതി വെക്കാൻ നോക്കുക. ഇനി അതുപോലെ തന്നെ എക്സ്പെരിമെൻ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഡൈക്കോട്ട് സ്റ്റെം, മോണോക്കോട്ട് റൂട്ട്, മോണോക്കോട്ട് സ്റ്റെമ്മിൻ്റെ ഒക്കെ എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കപ്പോൾ കാണാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്. അതുപോലെ തന്നെ അവസാനത്തെ ആന്തറിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി വരുന്ന വീഡിയോകളിൽ കാണാൻ പറ്റും. സോ ഇപ്പം നിലവിൽ എന്ത് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയിൽ എന്ത് ചെയ്യുക, നമ്മുടെ പ്രാക്ടിക്കൽ റെക്കോർഡും ബാക്കിയുള്ളതും യൂസ് ചെയ്തിട്ട് വൃത്തിയിൽ തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു.